ഞങ്ങൾ ഗോയിസായിട്ട് കണക്ട് ചെയ്യാൻ കാര്യം തന്നെ ഇതൊരു ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂ അല്ല ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങളൊരു ഗസ്റ്റിനൊരു ഫെസിലിറ്റി ഒരു 5-star ഹോട്ടലിൽ ഞങ്ങൾക്ക് ഡിഫറെന്റ് കാറ്റഗറി ഓഫ് ക്ലയൻസ് വരാറുണ്ട്. അപ്പോൾ അവർ ട്രാവൽ ചെയ്യുന്നത് ഇപ്പോൾ എല്ലാം ഈ ഒരു EV ചാർജിങ്ങിലേക്ക് ആൾക്കാർ വണ്ടിയിലേക്ക് മാറിയത് കൊണ്ട് പലരും വരുന്നവരും നമ്മുടെ റിക്വസ്റ്റ് ചെയ്യാൻ തുടങ്ങി ചാർജിങ് സ്റ്റേഷൻ അവൈലബിൾ ആക്കിക്കൂടെ. പ്രത്യേകിച്ച് ഇപ്പം ഇതൊരു എയർപോർട്ട് ഏരിയയും കൂടി ആയത് കാരണം എപ്പോഴും ആൾക്കാരൊരു എൻക്വയറീസ് കൂടി വന്നപ്പോഴത്തേക്കാണ് ഞങ്ങൾ ഇതിനെപ്പറ്റി പ്ലാൻ ചെയ്യുന്നത്. ഫസ്റ്റ് ഞങ്ങൾ ആദ്യം ഇതൊരു ഫ്രാഞ്ചൈസി ഒരു മോഡലായിരുന്നു ഞങ്ങൾ ആദ്യം ഡിസ്കസ് ചെയ്തത്. ദെൻ വി ഡിസൈഡഡ് ടു പർച്ചേസ്. ഞങ്ങൾ അങ്ങനെ അതിലേക്ക് മൂവ് ചെയ്തതാണ്. അല്ല, ഇപ്പം ഞങ്ങളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ ഒരു ഫെസിലിറ്റി ഒരു ഹോട്ടൽ ഫെസിലിറ്റിയിലോട്ട് EV ചാർജിങ് എന്നുള്ളതിനെ കൂടി ആഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ സെൽ ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടി ഈ ഗസ്റ്റിന് ഈസി ടു സ്റ്റേ എന്നുള്ളൊരു കോൺസെപ്റ്റ് വരുന്നുണ്ട്. കാരണം വെച്ചാൽ ആ വണ്ടിയുമായിട്ട് ട്രാവൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കോഴിക്കോട് നിന്നൊക്കെ ഒരു ട്രാവൽ ചെയ്ത് വരുന്ന ഒരാൾക്ക് ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു സ്റ്റേയും ആസ് വെൽ അവരുടെ ഒരു ഫുഡും ഒക്കെ കഴിച്ചിട്ട് പോകാനുള്ള ടൈമിങ്ങിൽ ഒരു 45 മിനിറ്റ്സ് കൊണ്ട് ഫുൾ ഓൾമോസ്റ്റ് ഒരു 75% ചാർജ് ആവുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഗസ്റ്റിനെ സംബന്ധിച്ച് വളരെ ഒരു നല്ലൊരു ഫീഡ്ബാക്ക് ആയിട്ട് ഞങ്ങൾക്ക് കിട്ടുന്നു. എക്സ്ട്രാ ഓർഡിനറി സർവീസ് കൊടുക്കുന്നത് പോലെ കിട്ടുന്നുണ്ട്. ഓൾമോസ്റ്റ് ഐ തിങ്ക് നിയർ ടു 10 months ആയിട്ട് വരുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ഏതൊരു പ്രൊഡക്റ്റ് എടുക്കുമ്പോഴും ഇപ്പം ഇതിൻ്റെ അകത്ത് തന്നെ ഞങ്ങൾ പല ഐറ്റംസ് ചൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ലിഫ്റ്റ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഐറ്റംസ് അതൊക്കെ ചൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡ്യൂറബിലിറ്റി ആണ് ഞങ്ങൾ മെയിൻലി നോക്കുന്നത്. ഈ ഡ്യൂറബിലിറ്റി ആസ് വെൽ അതിൻ്റെ ഒരു സർവീസ് ഇതായിരിക്കണം നമുക്കൊരു മെയിൻ കൺസേൺ. അപ്പോൾ ഗോയിസി എന്നുള്ളതിലേക്ക് വരാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഗോയിസിനെ കുറിച്ച് അന്വേഷിച്ചു, ചാർജിങ് സ്റ്റേഷനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഒരു മോർ ദാൻ ഐ തിങ്ക് ഒരു അന്ന് ഞങ്ങൾ എടുക്കുന്ന സമയത്ത് മോർ ദാൻ 60 or 50 ഔട്ട്ലെറ്റ്സുകൾ ഗോയിസിക്കുണ്ട്. അപ്പം എപ്പോഴും സർവീസ് കിട്ടാൻ കൂടുതൽ ചാൻസ് ഉള്ളതും അങ്ങനത്തെ ഉള്ളൊരു കമ്പനിക്ക് ആയിരിക്കാം. ഒബിയസ്ലി ഞങ്ങളെടുത്ത പല കോട്ടിനേക്കാളും റേറ്റ് കൂടുതലായിരുന്നു ഗോയിസിയുടെ ഒരു റേറ്റ്. എന്നിട്ട് പോലും അത് ചെയ്യാൻ കാര്യം അതിൻ്റെ ഒരു വിങ്സ് വളരെ വലുതാണെന്നുള്ളത് ഫീൽ ചെയ്തുകൊണ്ടാണ്. പിന്നെ ഞങ്ങൾ 2-3 സ്ഥലത്ത് എൻക്വയറി നടത്തി. അപ്പോൾ അതെല്ലാം സർവീസ് ബേസ്ഡ് ആണെങ്കിലും ഓക്കെയാണ്. സ്റ്റിൽ സർവീസിനൊന്നും ഒരു കുഴപ്പമില്ല. വിത്ത് ഇമ്മീഡിയറ്റ്ലി അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട്. ഇതുവരെ നമുക്കൊരു ബോത്തറൈസേഷൻ ഉണ്ടായിട്ടില്ല. കസ്റ്റമേഴ്സ് വന്നാലും അവർക്കുണ്ടാവുന്ന ചെറിയ ചെറിയ കംപ്ലൈൻറ്റ് അപ്പം തന്നെ ക്ലിയർ ചെയ്ത് പോകാനായിട്ട് ഗോയിസിക്ക് പറ്റുന്നു. ഇപ്പം ഇവിടെ സ്റ്റേ ചെയ്യുന്നവരല്ലാത്തവർ പോലും ഞങ്ങളെപ്പോലെ അതിപ്പോൾ നിങ്ങൾ തന്നെ ഞങ്ങളുടെ സജഷൻസ് എപ്പോഴും ചൂസ് ചെയ്യേണ്ടത് ഈ ഹോസ്പിറ്റാലിറ്റി ബേസ്ഡോ റെസ്റ്റോറൻറ്റ് ബേസ്ഡോ തന്നെ ആയിരിക്കണം. കാരണം ഞങ്ങൾക്ക് ഇവിടെ EV ചാർജിങ് ഉള്ളതാണ്, EV വെഹിക്കിൾ ഉള്ളതാണ്. അതുമായിട്ട് ട്രാവൽ ചെയ്ത് നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോയാൽ തന്നെയും ഞങ്ങൾ സെലക്ട് ചെയ്യുന്നത് EV ചാർജിങ് സ്റ്റേഷൻ നിയർ ടു നമുക്ക് എവിടെയാണ് ഇപ്പോൾ ഫുഡായിട്ട് ജോയിൻ ചെയ്ത് പോകാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങുന്ന ടൈം കൊണ്ട് തന്നെ ചാർജിങ് ആവുന്നുണ്ട്. മനസ്സിലായി? ഞങ്ങൾ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് തന്നെ ഞങ്ങളുടെ ലോഞ്ച് ഫ്രീ ആക്സസ് കൊടുക്കുന്നുണ്ട്, ടോയ്ലറ്റ്സ് യൂസ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ വരുമ്പോൾ നമ്മൾ ആ ചാർജിങ് സ്റ്റേഷൻ യൂസ് ചെയ്യുന്ന കാരണം ഒരു പെർസെൻറ്റേജ് ഓഫ് ഡിസ്കൗണ്ട്സ് നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം ഹാപ്പിയാണ്, ഓൾമോസ്റ്റ് വരുന്നവരെല്ലാം ഹാപ്പിയാണ്. റെഗുലറായിട്ട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് റെഗുലർ ട്രാവൽ ചെയ്യുന്നവർ സ്ഥിരമായിട്ട് വന്ന് ചാർജ് ചെയ്ത് പോകുന്നു. നമ്മൾ 100% സാറ്റിസ്ഫൈഡ് ആണ്. കാരണം വെച്ചാൽ ഇന്നുവരെ എനിക്ക് വന്നൊരു കംപ്ലയിൻസിലും ഒരു വിത്തിൻ ഹാഫ് ആൻ അവറിൽ അത് ക്ലിയർ ചെയ്ത് പോയിട്ടേ ഉള്ളൂ. അതിനൊരു ടൈം ലിമിറ്റ് വെച്ചിട്ട് അവർ നാളെ ആവട്ടെ എന്നുള്ള ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. പക്ഷേ കൂടുതലായിട്ടൊരു കംപ്ലയിൻസ് വന്നിട്ടില്ല. വരുന്നത് എന്തെങ്കിലും ചെറിയ എററുകളായിരിക്കും. ആ എററുകൾ അപ്പം തന്നെ നീക്കിയത് പോകുന്നു. ഇംപ്ലിമെന്റേഷൻ ആണെങ്കിലും ഫാസ്റ്റ് ആയിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ആദ്യത്തെ മിഷന്റെ ഒരു അപ്ഡേഷൻ വന്നിട്ട് സെക്കൻഡ് മിഷൻ ആയിരുന്നു ഇപ്പോൾ ഇവിടെ നമ്മൾ ABBയുടെ വെച്ചിരിക്കുന്നത്. അന്ന് വന്നതിന്റെ ഫസ്റ്റ് മിഷൻ ഇവിടെ എയർലിങ്കിലാണ്, ഞങ്ങളുടെ പ്രോപ്പർട്ടിയിലാണ് വെച്ചത്. ആ ABBയുടെ ഒരു ഫസ്റ്റ് മിഷൻ, അതായത് ഈ ഒരു മിഷൻ സ്റ്റാർട്ടിങ് നിങ്ങൾ ഇറങ്ങുന്നത് ഇവിടെയായിരുന്നു. കമ്പനി പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങളായിട്ടൊരു കാര്യങ്ങളല്ല പറഞ്ഞത്. കമ്പനി എന്ത് പറഞ്ഞോ അതിനെ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുമായിരുന്നു. ഒന്നുമില്ല, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളതല്ലാതെ ഞങ്ങൾക്ക് അതിലേക്ക് വലിയ ഹെഡ് ഏക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ കാണുന്ന കംപ്ലീറ്റ് സ്ട്രക്ചേഴ്സും ഈവൻ ബോർഡ് സഹിതം അതിനെ എനിക്ക് തോന്നുന്നു ക്യാമറ വെച്ചിൽ നിങ്ങളത് ഓൺലൈനായിട്ട് അതിനെ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കംപ്ലീറ്റ്സും കാര്യങ്ങളൊക്കെ. ഞങ്ങൾ ഹാപ്പിയാണ്. ആസ് വെൽ ഒരു മന്ത്ലി ഒരു മുടക്കിയതിൻ്റെ ഒരു ഇൻകം ഞങ്ങൾക്ക് ജനറേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അതിലുപരി അതിൻ്റെ കൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതൊരു കസ്റ്റമറായി വേറൊരു ബേസിൽ, ഇപ്പം ഫുഡ് ആൻഡ് ബിവറേജിൻ്റെ ബേസിലാണെങ്കിലും റൂം ബേസിലായിരുന്നാലും ഞങ്ങൾക്ക് അത് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, ഇൻകം ജനറേറ്റ് ചെയ്യുന്നു. ഇത് മാത്രമല്ല ഇപ്പം ഇതുകൊണ്ടുള്ള ഞങ്ങൾക്ക് കിട്ടുന്ന ഗുണം. തീർച്ചയായും വരാം. എന്നുവെച്ചാൽ അവർക്ക് കുറച്ചുകൂടി ആക്സസിബിലിറ്റി ഉള്ളവർ നേരെ കൊണ്ടുവന്ന് വെഹിക്കിൾ ചാർജ് ചെയ്തിട്ട് പോവുക. അവർ ആ ഒരു ടൈം ലിമിറ്റ് വരുമ്പോഴത്തേക്ക്
അവർ വന്ന് യൂസ് ചെയ്ത് പോകാറുണ്ട്. വി ആർ പ്ലാനിങ് ടു ആഡ് ഓൺ വൺ മോർ, ബട്ട് ഈ ഏരിയയിലേക്കുള്ള ഒരു ലിമിറ്റ് എന്തോ ഉണ്ട്. അത് ടാർഗറ്റ് നെക്സ്റ്റ് ലെവലിൽ ആവത്തുള്ളൂ. അത് വയ്ക്കുമ്പോൾ മേ ബി ഇമീഡിയറ്റ്ലി ഞങ്ങൾ മാനേജ്മെന്റ് അതിനെ നെക്സ്റ്റ് അടുത്തും കൂടി ചെയ്യാനായിട്ട് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. കാരണം ഇനി ഓരോ ദിവസങ്ങളും വണ്ടികളുടെ മൂവ് വരുന്നത് മൊത്തം EV ആണല്ലോ. അപ്പം അത് ഓട്ടോമാറ്റിക്കലി അതിന് സപ്പോർട്ട് കൊടുത്താലേ ആ വണ്ടികൾ ഇറങ്ങത്തുള്ളൂ. ഇതിപ്പം ഞാനൊരു ഹോട്ടലിയറാണ്. ഈ ഹോട്ടലിയർ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു കോൺസെപ്റ്റിൽ ഞാൻ എൻ്റെ മാനേജ്മെന്റിനോട് ഞാനന്ന് പറഞ്ഞൊരു കാര്യം, ഇത് കൊണ്ടൊരു കസ്റ്റമർ വരുന്ന അവർക്കൊരു ഫെസിലിറ്റി നമുക്ക് ആഡ് ഓൺ കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവർ നമ്മുടെ ഒരു കസ്റ്റമറായിട്ട്, ലോങ് ടൈം കസ്റ്റമറായിട്ട് മാറുകയാണ്. അപ്പോൾ വൺസ് ഇൻ അത് യൂസ് ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയും പിന്നെ ഇവിടം വിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ അവർ പോകില്ല. അതാണ് ഒരു ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം അതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഫെസിലിറ്റി ഇനി വരുന്ന എന്ത് അപ്ഡേഷൻസുകൾ, ഇപ്പം ഞാൻ പറയും, ഇപ്പം ബിസിനസ്സിന് എന്ന് പറയുന്നത് ഓരോ ടൈം അപ്ഡേഷൻസുകളാണ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം അങ്ങനെ വരുന്ന എന്ത് അപ്ഡേഷൻസുകൾ ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. അതുകൊണ്ട് EVയും നെക്സ്റ്റ് ഷെഡ്യൂളിലാണെങ്കിൽ പോലും നമ്മൾ മേ ബി ഞങ്ങൾക്ക് ട്രാഫിക് ഉണ്ട്, ഒരു വെഹിക്കിൾ കിടക്കുമ്പോഴത്തേക്ക് അടുത്ത ഒരാൾക്ക് വരുമ്പോൾ കൊടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതിനും ഞങ്ങൾ തയ്യാറാണ്. അടുത്ത ചിലപ്പോൾ ഒരു മെഷീനും കൂടി ACB ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വയ്ക്കാൻ തയ്യാറാവും.